ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച ഭാവിയുടെ സ്കൂളിൽ ഓണപരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഡാൻസ് ഉണ്ട്. ഡാൻസിന് ധാവണിയാണ് വേണ്ടത്. അപ്പോൾ ഓണം ആ ഒരു തീമിൽ വരുന്ന രീതിയിൽ എന്തെങ്കിലും ധാവണി ഏത് കളറായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത്. നമുക്ക് തളിപ്പറമ്പിൽ പോകണം. അവിടെ പരാഗുണ്ട്. അപ്പോൾ അവിടെ എല്ലാ സെലക്ഷനിലും കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ചെറിയ ചെറിയ കടകളുണ്ട് എന്നല്ലാണ്ട് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ പോകണം. അപ്പോൾ ഞാൻ പരാഗിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് നോക്കിയത്. പക്ഷേ അതെനിക്ക് പഴയതായി തോന്നി. കാരണം ഇതിൻ്റെ ഈ ഗോൾഡൻ്റെ അതൊക്കെ ഒരു പൊടി പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു മെറ്റീരിയൽ നോക്കി. പക്ഷേ ബ്ലൗസും കുറച്ചൊരു ബ്രോക്കേഡ് ടൈപ്പാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫുള്ളും ഇങ്ങനത്തെ ഒരു വർക്ക് വരുമ്പോൾ ഭയങ്കര ഒരുപാട് ഓവറായ മാതിരി തോന്നുന്നു വെച്ചിട്ട് ഞാൻ പ്ലെയിൻ ടിഷ്യൂ മെറ്റീരിയലാണ് വാങ്ങിച്ചത്. പ്ലെയിൻ ടിഷ്യൂ സിൽക്കാണ് വാങ്ങിച്ചത്. അതൊരു അംബ്രല്ല കട്ട് സ്കേർട്ടാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 മീറ്റർ ടിഷ്യൂ സിൽക്കും അതുപോലെ ലൈനിങ്ങും വാങ്ങിച്ചു സെയിം കളറിൽ. പിന്നെ ഇതിൻ്റെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ റെഡോ മെറൂണോ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈപ്പ് നോക്കിയപ്പോൾ ഇതും രണ്ടും കൂടിയാകുമ്പോഴത്തെ ഈ ലൈൻസും ഇങ്ങനെയുള്ളതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഭയങ്കര ഓവറുമായി തോന്നി. ഒന്നാമത് വാക്ക് ഈ ടൈപ്പ് ഡ്രസ്സ് ഇഷ്ടമേ അല്ല. അപ്പോൾ ഓവർ ആയോട് ഇടുകയും കൂടിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ട് ഈ ബ്ലൗസ് മെറ്റീരിയൽ ഈ ഒരു സീക്വൻസ് ചെറിയ ചെറിയ ബൂട്ടീസ് മാതിരിയുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഷാൾ നോക്കാൻ വേണ്ടിയിട്ട് ഇത് സ്കാലപ്പ് വർക്കിൽ നോക്കി. പക്ഷേ സെയിം ബ്ലൗസിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഞാൻ ഷാളിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഞാൻ എനിക്ക് കോട്ടൻ്റെ കുറച്ച് മെറ്റീരിയൽസ് നോക്കി ചുരിദാർ സ്റ്റിച്ചിങ്ങിന്. അതിന് കോട്ടൻ്റെ ഈ ഒരു ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ലെഗിങ്സും ഷാളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഇതൊക്കെ ബില്ലിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അതായത് ആ ടിഷ്യൂ മെറ്റീരിയൽ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. അതിൻ്റെ ലൈനിങ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൗസിന് വേണ്ടിയിട്ടും അതേപോലെ ഷാളിന് വേണ്ടിയിട്ടും ബ്ലൗസിന് 1 മീറ്റർ മറ്റേ ഷാളിന് 2.25 മീറ്ററോളം ഞാൻ സെയിം മെറ്റീരിയലാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാണ് കോട്ടൺ മെറ്റീരിയൽ. അതിന് പിന്നെ വേറൊരു 2 ഷാളും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത്രയും ഇന്നത്തെ വീഡിയോയ്ക്ക് ബൈ.